ഓഗസ്റ്റ് 15-ന് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ 43 പ്രാവശ്യമാണ് ഇന്ത്യയിലെ യുവജനതയെ അഭിസംബോധന ചെയ്തത്. CJPയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ യുവതയെ അഭിസംബോധന ചെയ്യാൻ നരേന്ദ്രമോദി തീരുമാനിക്കുന്നത്. 43 പ്രാവശ്യം ഇന്ത്യൻ യുവജനതയെ അഡ്രസ്സ് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചത് ജന്തർ മന്ദറിലെ സമരമാണ്. 2029 വോട്ടർമാരിൽ 30% യുവജനങ്ങളായിരിക്കും. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകമായ ഭീഷണി കൂടി ഉണ്ടായിരുന്നു. ദിമാഗി നക്സൽ, സായുധരായ നക്സലുകളുടെ ഭീഷണി ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ രാജ്യത്തെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ദിമാഗി നക്സൽ ആ ഗ്രൂപ്പ് സജീവമാണ്. അവർക്കെതിരെയും നിയമ നടപടികളും ജാഗ്രതയും ഉണ്ടാകണം എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. വളരെ വ്യക്തമാണ്. തുക്കിട ഗ്യാങ്, അർബൻ നക്സൽ തുടങ്ങിയ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്നവരെ, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോട് വിയോജിക്കുന്നവരെ അടയാളപ്പെടുത്താൻ മറ്റൊരു പദാവലി കൂടി ചേർത്തിരിക്കുന്നു. അതാണ് ദിമാഗി നക്സൽ. ഇത് നരേന്ദ്രമോദിയുടെ മാത്രം പ്രശ്നമല്ല. എല്ലാ ഏകാധിപതികളും വിയോജിക്കുന്നവരെ, വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി, ദേശദ്രോഹികളായി, കുഴപ്പക്കാരായി ചിത്രീകരിക്കാറുണ്ട്. ജൻസിയെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച CJPയുടെ വക്താക്കളെയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ ഉന്നമിടുന്നത്. അവർക്കെതിരെ പോരാട്ടം നടത്തുമെന്നാണ് നരേന്ദ്രമോദിയുടെ ഭീഷണി. എല്ലാ ഏകാധിപതികളും എല്ലാ കാലത്തും ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കുഴപ്പക്കാരായി മാർക്ക് ചെയ്യുക, ഇതൊക്കെ എല്ലാ കാലത്തും ഏകാധിപതികൾ പ്രയോഗിച്ച കാര്യമാണ്. ഷേക്സ്പിയർ പറയുകയുണ്ടായി, ഹി തിങ്സ് ടു മച്ച്, സച്ച് മെൻ ആർ ഡേഞ്ചറസ്. ആ ആൾ കൂടുതൽ ചിന്തിക്കുന്നു. കൂടുതൽ ചിന്തിക്കുന്നവർ അപകടകാരികളാണ്. സമരത്തിന് ആഹ്വാനം ചെയ്യുന്നവരെയും സമരകാരണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നവരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള ആഹ്വാനമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ദിമാഗി നക്സൽ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.